പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ വിഷയം ആറാലുംമൂട്ടിലെ ഗോപസ്വാമിയുടെ വിഷയമാണ്. ഗോപസ്വാമി സമാധിയായ വിഷയം കേരളം മൊത്തം ഇപ്പം വിഷയമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഗോസ്വാമി സമാധിയായി എന്ന് അവരുടെ വീട്ടുകാരാണ് പറയുന്നത്. എന്തായാലും ഗോസ്വാമിയുടെ മോൻ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം എന്താണെന്നുള്ളത്. ബിപിക്കുള്ള ഗുളികയും കഴിച്ചു, പിന്നെ ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് കഞ്ഞിയൊക്കെ കുടിച്ചു സമാധിയാവാൻ പോകുന്നതെന്ന് വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് വന്ന് സമാധി ഇരുന്നത്. ഈ ഇൻസുലിൻ എടുത്തു, ബിപിക്കുള്ള ഗുളികയും കഴിച്ച്, ഷുഗറിൻ്റെ ഗുളികയും കഴിച്ച്, കഞ്ഞിയും കുടിച്ചിട്ടാണ് ഒരാൾ സമാധി ഇരിക്കാൻ പോകുന്നത്. അതാണ് ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം. ഇത്രയും ചെയ്തൊരു കാര്യം കഴിഞ്ഞിട്ട് ഒരാൾ സമാധി ഇരിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പോകും. ഇങ്ങനെയാണ് സമാധി ഇരിക്കുന്നത്? ഇതാണ് സംശയം. ഇത് എൻ്റെ സംശയമാണ് ഞാൻ പറയുന്നത്. അത് തന്നെ നമുക്ക് ഒന്നുകൂടി ഒരു വീഡിയോ കൂടി നോക്കി നോക്കാം. എൻ്റെ അച്ഛൻ വ്യാഴാഴ്ച കാലത്ത് 11:30 മണിയായപ്പോൾ ചടങ്ങുകളെല്ലാം അസമാധിയായി. ഈ ഗോസ്വാമിയുടെ മോൻ പറഞ്ഞ കേട്ടില്ലേ? ആ ഗോസ്വാമിയുടെ മോൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹമൊക്കെ കൊടുത്ത് സമാധിയാവുന്നത് ആൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന്. ഇത് എന്തിനാണ് പറയണമെന്ന് ഇവർക്ക് പോലും അറിഞ്ഞുകൂടാത്തൊരു കാര്യമായിപ്പോയല്ല. ഈ സമാധി ഇരിക്കുന്നത് ഒരാൾ പറഞ്ഞു, ആൾ ചെന്നിരുന്നു, സമാധിയായി, എന്നിട്ട് കൈയൊക്കെ വെച്ച് അനുഗ്രഹമൊക്കെ കൊടുത്തിട്ട് പോയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേരളത്തിലെ കാര്യങ്ങളായി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. എന്തായാലും നമുക്കൊരു നാട്ടുകാരൻ ഒരു കാര്യം പറയുന്നുണ്ട്, അതെന്താണെന്ന് കേട്ടു നോക്കാം. ബിപിയുടെ ഗുളിക കഴിച്ച്, ഷുഗറിന്റെ ഗുളിക കഴിച്ച്, പിന്നെ കഞ്ഞി കുടിച്ച് മരിക്കാൻ പോണ ആൾ ഇതെല്ലാം ചെയ്തിട്ട് പോകും. ഇതാണ് നാട്ടുകാർക്ക് സംശയം. ഈ ഒരാൾ ബിപിയുടെ ഗുളിക കഴിച്ചു, ഷുഗറിൻ്റെ ഗുളിക കഴിച്ചു, കഞ്ഞി കുടിച്ചു, ഇതൊക്കെ കഴിഞ്ഞിട്ട് സമാധി ഇരിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് എവിടെയും കേൾക്കാത്തൊരു കാര്യമാണ്. എന്തായാലും അതൊരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. എന്തായാലും ഇവിടെ ഈ കേരളത്തിൽ എന്തായാലും ഇങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആദ്യത്തെ സംഭവം തന്നെയാണ്. അതെന്തായാലും ഒരു നാട്ടുകാരനും കൂടി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. കേട്ടുകേൾവില്ലാത്തൊരു സംഭവമല്ലേ ഇതൊക്കെ? വടക്കേന്ത്യയിലൊക്കെ നടക്കുമായിരിക്കും. ഇവിടെ അയാൾ പറയുന്നു ആത്മാവ് പോകുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത്. ഇപ്പം ഈ നാട്ടുകാരൻ പറഞ്ഞ കേട്ടില്ലേ, ആത്മാവ് പോകുന്നത് ഗോസ്വാമിയുടെ മോൻ കണ്ടു എന്നാണ് പറയുന്നത്. ഗോസ്വാമിയുടെ മോൻ ഇത് എന്തോന്ന് പറയണമെന്ന് അവർക്ക് അറിഞ്ഞൂടെന്ന് തോന്നുന്നു. ചുമ്മാ എന്തൊക്കെ അങ്ങ് കിടന്ന് പറയുകയാണ്. കാര്യം കഷ്ടമെന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ. ഇതൊക്കെയാണ് ഈ കേരളത്തിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പോലീസ് എത്രയും പെട്ടെന്ന് ഇത് തുറന്ന് ഇത് എന്താണെന്നുള്ളത് പരിശോധിച്ച് ഇതിൻ്റെ അടുത്ത നടപടിയിലേക്ക് പോകണമെന്നാണ് എനിക്ക് എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ പറയാനുള്ളത്. എന്തായാലും ഒരു മോനും കൂടി പറയണം, നമുക്കൊന്ന് കേട്ടു നോക്കാം. അതെങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ലേ മോനെ, നമ്മൾ സത്യമല്ലേ പറയുള്ളൂ. പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് അമ്മയ്ക്ക് അതിന്? അമ്മയ്ക്ക് പറ്റൂല. സമാധി സമാധി സമാധി. അമ്മ ഇത് എന്താ ടാപ്പ് ചെയ്ത് വെച്ചിരിക്കുമ്പോഴാണ് പറഞ്ഞ സമാധി സമാധി സമാധി. ഇതൊക്കെ എനിക്ക് വയ്യ. ഇതൊക്കെ എന്തോന്ന് പറയണമെന്ന് ഒരു പിടുത്തവും ഇല്ല. ഇവിടെ നിയമങ്ങളില്ലേ ഇതിനൊക്കെ? എങ്കിൽ പിന്നെ ഇനിയിപ്പോൾ എല്ലാവരും സമാധിയായാൽ മതിയല്ല. ഏതൊരു വിഷം വന്നാലും സമാധി എന്ന് പറയുമ്പോഴായിപ്പോയി. ഇതൊന്നും ഒരു ശരിയായ പ്രവണതയല്ല എന്നത് തന്നെയാണ് ഉചിതമായ വാക്യം. എന്തായാലും ഒരു നാട്ടുകാരനും കൂടി പറയുന്നത് നമുക്കൊന്ന് കേട്ടു പോകും. പെട്ടെന്ന് ദിവസം ഒരു രാവിലെ ചോദിച്ചപ്പോൾ ഒരാൾ മരണപ്പെട്ടു എന്നൊരു പോസ്റ്റർ കാണുന്നു. അങ്ങനെ എവിടെയെങ്കിലും ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്? ഒരാൾ പോലും അറിയാതെ ഒരാൾ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ ഇല്ല. അവിടുത്തെ നാട്ടുകാർ പറയുന്നത് അവരാരും അറിഞ്ഞിട്ടില്ല. ഒരു ദിവസം രാവിലെ കഴിച്ചപ്പോൾ ഒരു പോസ്റ്റർ കണ്ടു, ഗോസ്വാമി സമാധിയായി. ഇതൊക്കെ എന്തിനൊക്കെ നമ്മുടെ നാട്ടിലൊരു സമാധി ഉണ്ടായിരുന്നു. അന്ന് ഞാനും നാട്ടുകാരും എല്ലാവരും അവിടെ പോയി തൊഴുതതാണ് ആ ആളിനെ സമാധി ഇരുത്തിയ. അത് ഒരുപാട് പോറ്റിമാരും ഒരുപാട് സന്യാസിമാരൊക്കെ വന്ന് ഒരുപാട് മന്ത്രങ്ങളും അത് ഇതൊക്കെ ചെയ്താണ് അന്ന് സമാധി ഇരുത്തിയത് തന്നെ. അപ്പോൾ ഇത് കേൾക്കുമ്പം വേറെ ആരുമില്ല, അവർ രണ്ടുപേരും കൂടി അങ്ങ് ചെയ്തു എന്ന് പറയുന്നത്
അത് സമാധി ആണോ എന്തിനാണെന്ന് ഒരു പിടുത്തമില്ല. പിന്നെ സമാധി കല്ലറയൊക്കെ വലിയ രീതിയിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ. ഇതൊരു ചെറിയ സമാധി കല്ലറയാണ്. അപ്പോൾ എന്താണെന്ന് നാട്ടുകാർ തന്നെ പറയണ ഒരു സംശയത്തിൽ നിൽക്കുമ്പം ഇത് തുറന്ന് നോക്കി ഇതിൻ്റെ സത്യാവസ്ഥ, ഇത് സമാധിയാണെങ്കിൽ അവർക്കല്ലേ ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ട് ഈ കേസും ബഹളവും ഈ ഇതൊക്കെ അങ്ങ് തീരുമല്ലോ, ഒറ്റ ദിവസത്തെ കാര്യത്തിൽ കൊണ്ട് തീരുമല്ലോ. ഇത് തുറക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ തന്നെ നാട്ടുകാർക്ക് വീണ്ടും വീണ്ടും സംശയം കൂടി വരികയാണ്. എന്തായാലും ഗോസ്വാമിയുടെ മോനും കൂടി ഒന്ന് പറയുന്നതെന്ന് കേട്ടു നോക്കാം. പോകുമ്പോൾ നമ്മൾ തൻ്റെ സ്പന്ദനാടി ഇടുപ്പ് നിൽക്കും, തൻ്റെ ശ്വാസം നിൽക്കും. ഞാൻ ക്ഷേത്ര പൂജാരിയാണ്, എനിക്കറിയാൻ പറ്റും. ഗോസ്വാമിയുടെ മോൻ പറഞ്ഞ കേട്ടില്ലേ, സ്പന്ദനാടിയൊക്കെ പിടിച്ചു നോക്കിയാൽ പോറ്റിക്ക് അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. എങ്കിൽ പിന്നെ ഈ BP ഗുളികയൊന്നും കഴിക്കണ്ടായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ അത്ര ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ ഗോസ്വാമിയുടെ മോൻ തന്നെ അങ്ങനെ പരിശോധിച്ചാൽ പോരെയിരുന്നു. ആശുപത്രിയിൽ ഡോക്ടറും അങ്ങനെ മരുന്നുകളും ഒന്നും വേണ്ടല്ലോ. ഇതൊക്കെ എന്തായിരിക്കും, എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത് തുറന്നൊക്കെ പരിശോധിച്ചാൽ മാത്രമേ എന്താണെന്നൊക്കെ അറിയാൻ പറ്റൂ. ഇങ്ങനെ തുറക്കാൻ പറ്റൂല. ഇതൊക്കെ എന്ത് കഷ്ടം. നോക്കാം, ഒരെണ്ണം കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഗോസ്വാമി എല്ലാം ആ മകന് പറഞ്ഞു കൊടുത്തിട്ടാണ് സമാധിക്ക് പോയതെന്ന് ഇതെന്തിനാ കല്യാണത്തിന് പോകുമ്പോഴാണ് പറഞ്ഞത്. ഇതൊക്കെ എന്തിനാ ഇവർ പറയണമെന്ന് ഇവർക്ക് പോലും അറിഞ്ഞുകൂടെന്നാണ് തോന്നുന്നത്. ഇതൊക്കെ അവസാനം ഇവർക്ക് തന്നെ കുരുക്കാട്ട് വന്ന് വീഴല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പം എന്തൊരു കേരളത്തിലെ ഇതൊക്കെ നടക്കൂ എന്നാണ് തോന്നുന്നത്. എന്തായാലും പോലീസും ആൾക്കാരും എത്രയും പെട്ടെന്ന് ഇത് തുറന്ന് ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് ഒരു വെളിപ്പെടുത്ത് നടത്തണം. ജനങ്ങൾ മൊത്തം ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഇത് ഇനിയും നീട്ടിക്കൊണ്ട് പോകുന്നതും ശരിയല്ല. ഈ വീഡിയോ ചെയ്യുന്നത് വരെ ഇത് തുറന്നിട്ടില്ല. ഈ സംഭവം നടക്കുന്നതും നമ്മളെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു മോൻ പറഞ്ഞ കേട്ടില്ലേ, പൊളിക്കാൻ പറ്റൂല. ഒരാൾ പറയുന്നു പൊളിച്ചാൽ അവൻ സ്വയം ഗോസ്വാമിയുടെ മോൻ കത്തിച്ചു കളയുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവില്ലേ, ഇത് എന്തൊക്കെ വിഷയങ്ങളുണ്ട്. ഇത് എന്താണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. ഇവരെയൊന്നും വാക്കുകൾ കേൾക്കാതെ തന്നെ നേരെ പോലീസ് അതിൻ്റെ നടപടി എടുക്കണം എന്നത് തന്നെയാണ് അവിടെയുള്ള നാട്ടുകാർ മൊത്തം പറയുന്നത്. ഇതിൽ ജാതിയോ മതമോ അങ്ങനെ ഒരു വർഗീയതയും ഇല്ല. ഇത് എന്നിട്ട് ഗോസ്വാമിയുടെ മോൻ ഇതിൻ്റെ ഇടയ്ക്ക് മുസ്ലിങ്ങളൊക്കെ വലിച്ചിറക്കുന്നത്. ഇതൊക്കെ എന്തിനെന്നേ മുസ്ലിങ്ങൾ അറിഞ്ഞ അല്ലെങ്കിൽ ഹിന്ദുക്കൾ അറിഞ്ഞ, ഇത് അവരെ വീട്ടുകാർ ചെയ്ത ഒരു കാര്യം. അതിന് ബാക്കിയുള്ള നാട്ടുകാരെ ഒക്കെ കിടന്ന് പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിൻ്റെ ഒന്നും ആവശ്യങ്ങളില്ല. നാട്ടുകാരെ ഹിന്ദുക്കളെല്ലാവരും ഇതിന് പല സപ്പോർട്ടും ചെയ്തോ, അല്ലെങ്കിൽ അവരോടെയൊക്കെ ആലോചിച്ചിട്ട് ഇവർ ചെയ്തത്. ഈ സമാധി തന്നെ ആരും അറിഞ്ഞില്ല, ഇവർ നോട്ടീസ് ഒട്ടിച്ചപ്പോൾ അല്ല അറിഞ്ഞത്. എന്തായാലും അത് കൊള്ളാം. എന്തായാലും ഗോസ്വാമിയുടെ ഭാര്യ പറഞ്ഞത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം തന്നെയാണ്. അപ്പം ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.